നമസ്കാരം. മലയാള സിനിമയിലെ മികച്ച താരജോഡികളാണ് ദിലീപും കാവ്യമാധവനും. കാവ്യയെയും ദിലീപിനെയും സംബന്ധിച്ച എന്ത് വാർത്തകളും ആരാധകർക്ക് ആഘോഷമാണ്. സിനിമയിലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ജോഡികൾ അല്പം വൈകിയാണെങ്കിലും ജീവിതത്തിലും ഒന്നിക്കുകയായിരുന്നു. ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷമാണ് ദിലീപും കാവ്യയും ഒന്നിക്കാനുള്ള തീരുമാനമെടുക്കുന്നത്. ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി കൈയടിച്ചവരെല്ലാം ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ഇത്. 2016 നവംബർ 25-നായിരുന്നു ഇവരുടെ വിവാഹം. വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് ഇവർ വിവാഹിതരാകാൻ പോകുന്നു എന്ന വിവരം പുറത്തുവന്നത്. ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യബന്ധം വലിയ ഗോസിപ്പ് നിലനിന്നിരുന്നുവെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം. സിനിമയിൽ പ്രേക്ഷകർ കണ്ട അതേ കെമിസ്ട്രി ജീവിതത്തിലും നിലനിർത്തി മുന്നേറുകയാണ് താരങ്ങൾ. ദിലീപ് കാവ്യമാധവൻ ദമ്പതികളുടെ ന്യൂ ഇയർ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഇത്തവണത്തെ ന്യൂ ഇയർ ദിലീപിനും കുടുംബത്തിനും ഏറെ സന്തോഷം നൽകുന്നതായിരുന്നു. കാരണം 8 വർഷം നീണ്ട നിയമ പോരാട്ടം, അതിൽ കുറ്റമുക്തനാകുക എന്നത് കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അത്ര നിസ്സാര കാര്യമല്ല. 3 മാസത്തോളം ജയിലിൽ കിടക്കേണ്ട അവസ്ഥയും ദിലീപ് നേരിട്ടിരുന്നു. പിന്നാലെ കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിച്ചതോടെ ദിലീപ് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തിയതും ഈ വർഷത്തിന്റെ തുടക്കത്തിലായിരുന്നു. ഏറെ കാലങ്ങൾക്ക് ശേഷം ദിലീപ് ചിത്രം സോഷ്യൽ മീഡിയയിൽ വമ്പൻ വിജയമാകുന്നതും ഈ കഴിഞ്ഞ വർഷത്തിന്റെ അവസാനമാണ്. അതോടെ ദിലീപിനെയും കുടുംബത്തെയും സംബന്ധിച്ചിടത്തോളം നിറഞ്ഞ മനസ്സോടെ പൂർണ്ണ സന്തോഷത്തോടെയാണിത് പുതുവർഷത്തെ വരവേൽക്കുന്നത്. ഇപ്പോൾ അടുത്തിടെയായി കേസിന്റെ വിധി വന്ന ശേഷം ദിലീപ് പങ്കെടുക്കുന്ന വേദികളിൽ കാവ്യ കാണാറില്ല. ശ്രീനിവാസിന്റെ മരണം, പിന്നാലെ നടന്ന സിബി മലയിലിന്റെ മകന്റെ വിവാഹം, ലാലേട്ടന്റെ അമ്മയുടെ മരണം, ഈ ചടങ്ങുകളിൽ എവിടെയും കാവ്യമാധവനെ കണ്ടെത്താൻ ക്യാമറയ്ക്കായതുമില്ല. അതോടെയാണ് കാവ്യ ഇവിടെ എന്ന രീതിയിൽ ഒരു സംസാരം നടന്നത്. ഇടയ്ക്ക് എയർപോർട്ടിൽ കുടുംബത്തിനൊപ്പം കാവ്യ എത്തിയിരുന്നു. എന്നാൽ കാവ്യ മകൾക്കും അമ്മയ്ക്കും ഒപ്പം ഓസ്ട്രേലിയയിലെ മെൽബണിലാണെന്നാണ് സൂചന. സഹോദരൻ മിഥുനും കുടുംബവും ഓസ്ട്രേലിയയിലാണുള്ളത്. അവിടെ കുട്ടികൾക്കും ഒപ്പം നിൽക്കുന്ന മഹാലക്ഷ്മിയുടെ ചിത്രമാണ് സോഷ്യൽ മീഡിയയിലുള്ളത്. മിഥുന്റെ മക്കൾക്കൊപ്പമാണ് മഹാലക്ഷ്മി എന്ന മാമാട്ടി. ചേച്ചിക്കും അനുജനും ഒപ്പം സ്റ്റൈലൻ ലുക്കിൽ എത്തിയ താരപുത്രയുടെ ചിത്രങ്ങൾ ക്ഷണനേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. ഇടയ്ക്ക് ചേച്ചി മീനാക്ഷിക്കൊപ്പവും മഹാലക്ഷ്മി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാറുണ്ട്. കാവ്യയുടെ സ്വന്തം ബ്രാൻഡ് പ്രൊമോഷന്റെയും ഭാഗമായാണ് മഹാലക്ഷ്മിയും മീനാക്ഷിയും. അതേസമയം 2019 ഒക്ടോബർ 19-നായിരുന്നു മഹാലക്ഷ്മി ജനിച്ചത്. മാമാട്ടി എന്ന മഹാലക്ഷ്മി ആരാധകർക്കും പരിചിതയാണ്. മകളുടെ വിശേഷങ്ങളും ദിലീപ് പങ്കുവയ്ക്കാറുണ്ട്. അഭിമുഖങ്ങളിലെല്ലാം മകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും വരാറുണ്ട്. ബബബ റിലീസിന് ശേഷമുള്ള അഭിമുഖത്തിലും ദിലീപ് കാവ്യയെക്കുറിച്ചും മഹാലക്ഷ്മിയെക്കുറിച്ചും സംസാരിച്ചിരുന്നു. ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഭക്ഷണം എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ടെൻഷൻ ആവാറുണ്ട്. പൊതുവെ ഇന്ന ഭക്ഷണം എന്നൊന്നുമില്ല എനിക്ക്. കാവ്യയാണെങ്കിലും അനിയത്തിയാണെങ്കിലും ലഞ്ചിന് എന്താ വേണ്ടത്, ഡിന്നറിന് എന്താ വേണ്ടത് എന്നൊക്കെ ചോദിച്ച് വരാറുണ്ട്. തിരിച്ചു കടിക്കാത്ത എന്ത് ഭക്ഷണവും കഴിക്കുന്ന ആളാണ് ഞാനെന്നും ദിലീപ് പറയുന്നു. മഹാലക്ഷ്മി വെജ് ഫുഡാണ് കൂടുതലും കഴിക്കുന്നത്. ചോറും തൈരിൻ്റെ ആളാണ്. ജങ്ക് ഫുഡിൽ താല്പര്യമുണ്ട്. മീനാക്ഷി എല്ലാ ഭക്ഷണവും കഴിക്കാറുണ്ട്. ഓസ്ട്രേലിയയിൽ വെക്കേഷന് പോയിരിക്കുന്നതിനാൽ ബബബ കണ്ടിട്ടില്ല മഹാലക്ഷ്മി. സിനിമയുടെ ടീസർ കണ്ടിട്ട് അച്ഛ സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരുന്നു. അന്ന് അവളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവളിൽ നിന്നാണ് ആദ്യ കമൻറ്റ് കിട്ടാറുള്ളത്. നമ്മൾ വേറെ ഹീറോയിസിനൊക്കെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് പുള്ളിക്കാരി കാവ്യയ്ക്ക് ആംഗ്യം കൊണ്ട് കാണിച്ചു കൊടുക്കും. അച്ഛനും അമ്മയോട് വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. പൊസസീവ്നെസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ആൾക്കാർ വന്നാൽ കാവ്യയും ഞാനുമായും സിനിമ സംഭവിക്കുമെന്നായിരുന്നു കാവ്യയുടെ തിരിച്ചുവരവിനെ കുറിച്ച് സംസാരിച്ചത്. വിവാഹശേഷം കുടുംബകാര്യങ്ങളുമായി ഒതുങ്ങുകയായിരുന്നു കാവ്യ. ഇപ്പോഴും അവസരങ്ങൾ വരുന്നുണ്ട്. അഭിനയിക്കുന്നതിനെ കുറിച്ച് കാവ്യയാണ് സംസാരിക്കേണ്ടത്. ഞാനായിട്ട് അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നും ദിലീപ് പറഞ്ഞിരുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ദൈവത്തിൽ വിശ്വസിക്കുന്ന എനിക്ക് പ്രത്യേകിച്ച് പ്ലാനിങ്ങുകളൊന്നുമില്ല. ശാന്തമായിട്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോവുക എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഓരോന്ന് ചെയ്യുന്നത്. മക്കൾ നന്നായി നോക്കണം, മക്കൾ നന്നായി നോക്കണം എന്നൊക്കെ പറയുന്നത് ഒരു ലക്കാണ്. ചില സ്ഥലത്ത് ചില ഫാമിലീസിൽ മാത്രം കിട്ടുന്ന ഭാഗ്യമാണെന്നും ദിലീപ് പറഞ്ഞു. ദിലീപിൻ്റെയും കാവ്യയുടെയും ന്യൂ ഇയർ സെലിബ്രേഷനെ കുറിച്ച് സംസാര വിഷയമാകുമ്പോൾ തന്നെ മഞ്ജു വാര്യരുടെ ന്യൂ ഇയറിനെ കുറിച്ചുള്ള ചർച്ചകളും സജീവമാവുകയാണ്. മഞ്ജു വാര്യർ ഇപ്പോൾ ബൈക്ക് റൈഡിലാണുള്ളത്. നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി വന്നതിന് ശേഷം മഞ്ജു വാര്യർ അങ്ങനെ പൊതുവേദികളിലൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ മഞ്ജുവിൻ്റെ പുതിയൊരു വീഡിയോ ആണ് വൈറലാകുന്നത്. അതേസമയം ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെ ലാൽ ജോസ് ആയിരുന്നു കാവ്യയെയും ദിലീപിനെയും ആദ്യമായി ഒന്നിപ്പിച്ചത്. 9ാം ക്ലാസ്സുകാരിയായിരുന്ന കാവ്യ ആദ്യമായി നായികയായതും ഈ ചിത്രത്തിലൂടെയായിരുന്നു. ആദ്യ സിനിമ തന്നെ ശ്രദ്ധേയമായതോടെ നിരവധി അവസരങ്ങളാണ് കാവ്യയ്ക്ക് ലഭിച്ചത്. ദിലീപുമായുള്ള സ്ക്രീൻ കെമിസ്ട്രി കരിയറിനും അത്രയും ഗുണകരമായി മാറുകയായിരുന്നു. ഇവരുടെ ഡേറ്റിനായി സംവിധായകർ ക്യൂ നിന്നൊരു കാലമുണ്ടായിരുന്നു. സിനിമയ്ക്ക് പുറമെ സ്റ്റേജ് ഷോകളിലും സജീവമായിരുന്നു ഇരുവരും. മഞ്ജു വാര്യരുമായി വിവാഹമോചനം നേടിയ സമയം മുതൽ കാവ്യയും ദിലീപും പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു. ഇവരുടെ ബന്ധമാണ് വിവാഹമോചനത്തിലേക്ക് നയിച്ചതെന്ന് റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. എന്നാൽ മഞ്ജുവോ ദിലീപോ വേർപിരലിന്റെ കാരണം പരസ്യമാക്കിയിരുന്നില്ല. ഗോസിപ്പുകൾ പിന്നീട് യാഥാർത്ഥ്യമായി മാറുകയായിരുന്നു. 2015 നവംബർ 16-നായിരുന്നു ഇവരുടെ വിവാഹം. എൻ്റെ പേരിൽ ബലിയാടാക്കപ്പെട്ട പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നു എന്നായിരുന്നു ദിലീപ് പറഞ്ഞത്. മീനാക്ഷിയാണ് വീണ്ടും ഒരു വിവാഹത്തിനായി തന്നെ നിർബന്ധിച്ചതെന്നും ദിലീപ് പറഞ്ഞിരുന്നു. അതേസമയം മലയാള സിനിമയുടെ ജനപ്രിയ നായകനാണ് ദിലീപ്.
അഭിനയവും നിർമ്മാണവും ഒക്കെയായി സജീവമാണ് അദ്ദേഹം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പേര് ചേർത്തതോടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം മാറി മറിഞ്ഞത്. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തുടക്കം മുതലേ ദിലീപ് പറഞ്ഞിരുന്നു. 8.5 വർഷത്തിന് ശേഷമായി കേസിലെ വിധി വന്നപ്പോൾ ദിലീപ് കുറ്റമുക്തനായിരുന്നു. ഈ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് മഞ്ജു പറഞ്ഞപ്പോൾ മുതലാണ് എന്റെ നേർക്ക് ചോദ്യങ്ങൾ വന്നത്. എന്റെ കരിയറിലും ജീവിതവും തകർക്കാനുള്ള ശ്രമങ്ങളായിരുന്നു ഇതുവരെ നടന്നതെന്നുമായിരുന്നു വിധിക്ക് ശേഷം ദിലീപ് പ്രതികരിച്ചത്. എനിക്കും ഒരു മകളുള്ളതല്ലേ, ഞാൻ ഇങ്ങനെ ചെയ്യുമോ എന്ന് തോന്നുന്നുണ്ടോ എന്ന് ദിലീപ് അന്ന് പ്രിയപ്പെട്ടവരോട് പറഞ്ഞിരുന്നു. അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടില്ലെന്നായിരുന്നു അടുപ്പമുള്ളവരെല്ലാവരും പറഞ്ഞത്. കേസിലെ വിധി വന്നതിന് പിന്നാലെയായിരുന്നു പുതിയ സിനിമയായ പപ്പ തിയേറ്ററുകളിലെത്തിയത്. മോഹൻലാലിനൊപ്പമുള്ള വരവ് ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ എന്നായിരുന്നു ആരാധകരെല്ലാം പറഞ്ഞത്. പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ലാത്ത ചിത്രമാണെന്ന് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയതാണ്. ഫുൾ മാഡ്നസ് എന്ന് പറഞ്ഞത് അനർത്ഥമാക്കിയ ചിത്രമായിരുന്നു ഇത്. ബോറടിയില്ലാതെ കണ്ടിരിക്കാവുന്ന ചിത്രം എന്നായിരുന്നു കുടുംബ പ്രേക്ഷകരും വിലയിരുത്തിയത്. ഇത്തവണത്തെ ക്രിസ്മസ് തന്നെ സംബന്ധിച്ചു ഏറെ സന്തോഷമുള്ളതാണെന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു.